മല കയറാ, കുന്ന് കയറാ, വെള്ളത്തിൽ കൂടെ പോയാലും പ്രശ്നമില്ല, കരയിൽ കൂടെ പോവാ, എങ്ങനെ വേണേലും പോവാ. ഒരു ബ്ലാക്ക് പുലിയിലടി 1.5 ലക്ഷം റുപ്യന്റെ ഇറക്കാന്ന്. എന്താണ് ഇങ്ങനെ വില പൊട്ടിച്ചു കൊടുക്കാൻ കാരണം? കസ്റ്റമർ കൊണ്ടുപോട്ടെ. 10,90,000 കേരള നമ്പർ ആക്കിയിട്ട് പ്രൈസിൽ നമ്മൾ കൊടുക്കും. 3,70,000 370 അല്ലേ? അതർ സ്റ്റേറ്റിന്റെ വിലക്ക് കേരള നമ്പർ ആക്കി മാത്രം 1.35 ലാസ്റ്റ് കിട്ടിയ കൊടുക്കാം. ലാസ്റ്റ് അതിൽ താവുന്നില്ലല്ലോ. 85,000 രൂപക്ക് ഒരു ഫാമിലിക്ക് സേഫായി മഴയും വെയിലും കൊള്ളാതെ AC ഇട്ട് യാത്ര. ഇസ്മായിൽ മീഡിയയിലെ ഒരു അഡാർ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത് വൺ ഡ്രൈവിന്റെ മണ്ണിലാണ് കേട്ടോ. ഇന്ന് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ട്. സെഡാൻ ഉണ്ട്, ഹാച്ച് ബാക്ക് ഉണ്ട്, SUV ഉണ്ട്, 7 സീറ്റർ ഉണ്ട്, 5 സീറ്റർ ഉണ്ട്, തുടങ്ങിയ എല്ലാ ടൈപ്പ് ഓഫ് വാഹനങ്ങൾ. മാത്രമല്ല എവിടെയും കിട്ടാത്ത റേറ്റിലാണ് വാഹനങ്ങൾ കൊടുക്കുന്നത്. അതും നല്ല കണ്ടീഷനുള്ള വൃത്തിയുള്ള വണ്ടികൾ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ? കണ്ണ് തുറന്നു നോക്കി ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ലെവലിലേക്ക് ആക്കണമെങ്കിൽ എത്രത്തോളം ഫണ്ട് പൊട്ടുന്ന് ഇത് മോഡിഫൈ ചെയ്യണവർക്ക് അറിയാം. പക്ഷെ അതിന്റെ റേറ്റ് ഒന്നും ചോദിക്കുന്നില്ല. ഒരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റിന്റെ വിലക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. വീഡിയോ അവസാനം വരെ കണ്ടോളി. അവസാനം നമ്മൾ ഇതിന്റെ റേറ്റ് ആണ് പൊട്ടിക്കണായിരിക്കും. മാത്രമല്ല ഒരുപാട് വണ്ടികൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒരു 1.5 ലക്ഷം രൂപ മുടക്കാനുണ്ടെങ്കിൽ ബാക്കി ലോണിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഫോർച്യൂണർ 13 മോഡൽ കൊണ്ടുപോകാം. അതൊക്കെ റേറ്റ് നമ്മൾ വീഡിയോ അവസാനം വരെ കണ്ടോളി, എന്നാലും ഉപകാരപ്പെടുള്ളൂ. മാത്രമല്ല അങ്ങോട്ട് നോക്കി 15 മോഡൽ എത്തിയോസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നത് വെറും 3,70,000 രൂപക്ക്. അതും മാക്സിമം ലോണും കിട്ടും. പിന്നെ വേണമെങ്കിൽ ഇതാ ചെക്കന്മാർക്ക് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ലാൻസർ ഉണ്ട്. ഇതൊക്കെ ഈ ഒരു കണ്ടീഷനിലൊക്കെയാണ് അത്രയും എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഈ വണ്ടിൻ്റെ റേറ്റിൽ ചോദിക്കുന്നില്ല. ഇനി ഇത് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു 2.25 ലക്ഷം റുപ്യക്ക് സ്വിഫ്റ്റ്, ഡീസൽ സ്വിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 7 സീറ്റർ ആയിട്ടുള്ള ക്രിസ്റ്റ ഉണ്ട്. പിന്നെ മാരുതിൻ്റെ ജിപ്സി, ചെക്കന്മാരെ ഹരം എന്ന് പറയാം, അത്രയും തപ്പിയാൽ തിരഞ്ഞാൽ കിട്ടാത്തൊരു ഐറ്റം. അതൊക്കെ നമ്മൾ ചെറിയ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചെറിയ റേറ്റിൻ്റെ ചെറുകിട വാഹനങ്ങളുണ്ട്. ആൾട്ടോ, അതേപോലെ തന്നെ SUV, ഇന്നോവ, ഫോർച്യൂണറൊക്കെ ഇതാ ഒരു സ്വിഫ്റ്റിൻ്റെ വില കിട്ടോ. വെറും 6,80,000 രൂപ കേരള നമ്പർ ആക്കിയിട്ട് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുക ഫോർച്യൂണർ. ഈ വാഹനങ്ങളൊക്കെ വേണ്ടവർ വീഡിയോ അവസാനം വരെ നിർബന്ധമായിട്ട് കണ്ടോളി. നല്ല ഓഫർ വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്കാണ് പോവുക. അപ്പൊ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെ ഫൈസൽ ബ്രോ ആണ്. ബ്രോ, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? റാത്തല്ലേ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? റാത്താണ് അല്ലേ? ഓക്കെ. നമ്മളൊരു ഷോറൂമിൽ ഏകദേശം എത്ര വണ്ടികൾ ഇപ്പൊ കറക്റ്റ് ഉണ്ട്? നിലവിലൊരു 10-25 വണ്ടികളുണ്ട്. നമ്മൾ പ്രേക്ഷകർ ആവശ്യപ്പെട്ടാൽ അറേഞ്ച് ചെയ്ത് കൊടുത്തൂടെ? തീർച്ചയായിട്ടും. കേരള വണ്ടി, പുറത്തെ വണ്ടി, എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തൂടെ? എങ്ങനെയുണ്ട് ഇവിടുത്തെ വണ്ടികൾ? വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടികളാണ്. ആരും കൊടുക്കാത്ത പ്രൈസിനാണ് നമ്മള് വണ്ടികൾ കൊടുത്തോണ്ട്. വേറൊരു ഷോറൂം കൊടുക്കാൻ പറ്റാത്ത ചലഞ്ച് റേറ്റിൽ നമ്മൾ കൊടുക്കും. അത് വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവരുടെ ഓരോ വണ്ടികളും എടുത്ത് നിങ്ങൾ മാർക്കറ്റ് റേറ്റ് ജസ്റ്റ് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവിലാണ് ഇവിടെ ഓരോ വണ്ടികൾ കൊടുക്കുന്നത്. ഇനി ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കും. നല്ല സിബിൽ സ്കോർ ട്രാക്കും വേണമെന്നുള്ളൂ. മാത്രമല്ല റെഡി ക്യാഷിന് ഇറക്കാൻ പറ്റിയ നല്ല നല്ല വണ്ടികളുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ. മലപ്പുറം ചട്ടിപ്പറമ്പ് പെരിന്തൽമണ്ണ റോഡ് മാർക്കറ്റിന്റെ തൊട്ട് ഫിഷ് മാർക്കറ്റിന്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ആർക്കെങ്കിലും ഡീറ്റെയിൽസ് അറിയെങ്കിൽ താഴെ നമ്പറിന്റെ അതിൽ വിളിച്ചാൽ കാറ്റലോഗ് കിട്ടുമോ? കാറ്റലോഗും അത് മാത്രമല്ല ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിൽക്കുന്ന അത് മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു വൺ ഡ്രൈവിൽ നമ്മൾ സെയിൽസ് മാത്രമല്ല ഇവിടെ മോഡിഫിക്കേഷൻ, അതുപോലത്തെ പെയിന്റിങ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആക്സസറീസിന് പുതിയ ഷോപ്പ് വരുന്നുണ്ട്. മാത്രമല്ല സെയിൽസിനായിക്കോട്ടെ, നിങ്ങളൊരു വണ്ടി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് സെയിൽ നമ്മൾ എടുക്കും കേട്ടോ. നല്ല വണ്ടികളായിരിക്കും മാത്രമേ ഡിമാൻഡ് ഉള്ളൂ. പിന്നെ കത്തി വില ചോദിക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. നല്ലൊരു മാന്യമായ റേറ്റിൽ നമുക്ക് വിറ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും പാർക്ക് ആൻഡ് സെയിലിന് താല്പര്യം ഉണ്ടെങ്കിൽ 1 വീക്ക് കൊണ്ട് നമുക്ക് വണ്ടി സെയിലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ സംസാരിച്ച് ലാഗടിപ്പിക്കാതെ നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് പരിചയപ്പെടാം. കമോൺ ഫൈസൽ ബ്രോ, നമുക്ക് ആദ്യം ഇതുമ സ്റ്റാർട്ട് ചെയ്യാം. ഇതുമ തുടങ്ങിയാൽ നമുക്ക് സർപ്രൈസ് ആയിട്ട് വെക്കാം. നമുക്കേ ഒരു കാര്യം ചെയ്യാം, ചെക്കന്മാർക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു വണ്ടി, ഒരു ഐറ്റം ലാൻസർ. ഇതൊക്കെ ഈ കണ്ടീഷനിലാക്കി കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ അത്ര റേറ്റ് നമ്മൾ ചോദിക്കണില്ല. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? 2002 മോഡല് ലാൻസർ 2002 ഓണർഷിപ്പ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, പഴയ വണ്ടിയാണ്. പക്ഷെ മെക്കാനിക് എങ്ങനെയുണ്ട്? മെക്കാനിക് ഫിറ്റ് ആണ് അല്ലേ? നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, എന്ത് വേണം ചെയ്തോളി. മൈലേജിന്റെ രാജാവട്ടെ, ഏകദേശം നമുക്കൊരു 20 കിലോമീറ്റർ എങ്ങനെയായാലും ഡീസൽ മൈലേജ് കിട്ടും. വണ്ടി ഇപ്പൊ ഒന്ന് കഴുകാണ്ട്, അത്ര വേറെ ഒന്നുമില്ല, ഒന്ന് കഴുകി പോളിഷ് ചെയ്യാണ്ട്. ബാക്കി പെയിന്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത ഏകദേശം ഒരു 10-50 റുപ്യയുടെ പെയിന്റിംഗ് വർക്ക് എന്തായാലും ചെയ്ത വണ്ടിയാണ്. അപ്പോൾ എടുക്കുന്ന ആൾക്ക് ഡീസൽ അടിക്കാൻ ഓടുക, അത്ര. ടയറും ഫ്രണ്ടിൽ കുറച്ച്
കുറവുണ്ട്. ബാക്കിൽ ആവറേജ് ടയർ ഉണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും നല്ല സീറ്റ് കവർ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. ആ 2002 അപേക്ഷിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി കേട്ടോ. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല വണ്ടിമേ കാണില്ല, ഒക്കെ എടുത്തതാണ്. ഓക്കെ, ഈ ഒരു വണ്ടി നമുക്ക് എത്ര കിട്ടിയാൽ കൊടുക്കാം? ഫൈനൽ ഒരു 1,35,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. 1.35 ലാസ്റ്റ് കിട്ടിയാൽ കൊടുക്കാം. ലാസ്റ്റ് അതിൽ താവൊന്നുമില്ലല്ലോ. അതില് ഇനിയിപ്പോ കച്ചവടല്ലേ, അതാണ് എന്തെങ്കിലും ചെറുതായി വലിയായിട്ട് പ്രതീക്ഷിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ പെയിന്റിങ്ങിനും പാച്ച് വർക്കിനും അത്യാവശ്യം നല്ല റേറ്റ് ആവുന്നുണ്ട്. ഈ ഒരു റേറ്റിന് ഇതൊരു അഫോർഡബിൾ വാഹനമാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ള പെട്ടെന്ന് വിളിച്ചോളിയും, ഇത് അധികം നിൽക്കൂല. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എത്തിയോസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ടയോട്ടന്റെ ഫോർച്യൂണർ ഉണ്ട്. എത്തിയോസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. 2015 മോഡൽ. 15 മോഡൽ. കിലോമീറ്റർ 1,40,000 മീറ്റർ കാണുന്നതാണോ അതോ ഒറിജിനൽ ആണോ? അത് നിങ്ങൾ ചെക്ക് ചെയ്ത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, വണ്ടി ഇങ്ങനെ കണ്ടീഷൻ മെക്കാനിക്കൽ ഫിറ്റ് ആണ് അല്ലേ? ലിവ ഡീസൽ നിലവിൽ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും. ഈ ഒരു വണ്ടി എടുക്കുന്നവർക്ക് എന്താ ഗുണം എന്ന് അറിയാം, കേരള നമ്പർ ആയി ചെയ്തിട്ടുണ്ട്. ഇനി നമ്പർ ആക്കേണ്ട ആവശ്യമില്ല, അതാണ് ഒരു ഹൈലൈറ്റ്. മാത്രമല്ല ഈ ഒരു റേറ്റിന് അവിടുത്തെ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് 3,70,000 രൂപയ്ക്ക് 370 അല്ലേ? അതർ സ്റ്റേറ്റിത്തെ വിലക്ക് കേരള നമ്പർ ആക്കി മാത്രല്ല വേണമെങ്കിൽ ലോൺ ഇടാം അല്ലെ? മാക്സിമം ലോൺ കിട്ടും. ഒരു ആൾട്ടോന്റെ വിലക്ക്, ആൾട്ടോന്റെ മെയിൻ്റെനൻസിൽ ഒരു 20 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജ് കിട്ടും, സുഖമായിട്ട് കൊണ്ടുനടക്കാം. മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വണ്ടി കൂടിയാണ്. അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിക്കുക. ലോൺ വേണ്ടവർക്ക് അത് നമുക്ക് വേണേൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഹൈലൈറ്റ് ആണ് ഫോർച്യൂണർ. നിങ്ങൾ പറഞ്ഞു 1.5 ലക്ഷം റുപ്യന്റെ ഇറക്കാന്ന്. എന്താണ് ഇങ്ങനെ വില പൊട്ടിച്ചു കൊടുക്കാൻ കാരണം? കസ്റ്റമർ കൊണ്ടുപോട്ടെ അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. 2013 ടൂ വീൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് കിലോമീറ്റർ എന്താ അവസ്ഥ? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,50,000 കിലോമീറ്റർ. ജെന്യൂൻ ഹിസ്റ്ററി അല്ലേ? ഓട്ടോമാറ്റിക് അല്ലേ? ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. വണ്ടി ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. ടയർ നോക്കുകയാണെങ്കിൽ ഒരു 80% അടുത്തുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു കണ്ടീഷനാണ്. ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ, AC, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു വാഹനം നമ്മൾ എത്ര രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ 11.5 ലക്ഷം രൂപ ഫൈനൽ കിട്ടിയ കേരള നമ്പർ ആയിട്ട് 11.5 ലക്ഷം. അതിൽ 1.5 ലക്ഷം രൂപ നിങ്ങൾ കാണുകയാണെങ്കിൽ ബാക്കി ലോൺ ആക്കി മാസം നല്ലൊരു ജോബ് ഉണ്ടെങ്കിൽ മാസം നല്ലൊരു അടവടച്ച് കൊണ്ടെടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. മെയിൻ്റെനൻസ് കുറവാണ്. ഇന്നോവന്റെ ഒക്കെ മെയിൻ്റെനൻസ് വരുള്ളൂ ഫോർച്യൂണറിന് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഒരു ഹൈലൈറ്റ് വാഹനം, അപ്പൊ നമ്മൾ ലാസ്റ്റിക്കൊന്നും വെക്കണില്ല, അതിന്റെ റേറ്റും ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞോളൂ. 2010 മോഡല്. ഓക്കെ, 10,90,000 രൂപയ്ക്ക് കേരള നമ്പർ ആക്കിയിട്ട് ആയ വണ്ടി 10,90,000. ലോൺ കിട്ടൂല. 2010 മോഡൽ. ഇവിടെ എടുത്തുള്ളവരൊക്കെ ആണെങ്കിലും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഇത് കിറ്റ് കയറ്റാൻ ഏകദേശം ഒരു 3.5 പെയിന്റ് അടക്കം 4 ലക്ഷം രൂപ 4ന്റെ അടുത്ത് എങ്ങനെയാലും വരും. ഓക്കെ, 4 ലക്ഷം രൂപയുടെ അടുത്ത് എങ്ങനെയാലും വരും. കാരണം ടെയിൽ ലൈറ്റ്, ബോണറ്റ്, ബമ്പർ, ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തൊരു വാഹനമാണ്. ഓക്കെ, ടയർ നോക്കുകയാണെങ്കിൽ 4 കിഡിലൻ അലോയ് വീൽസ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ബ്ലാക്ക്. ഇത് മുന്നേ ഏത് കളർ ആയിരുന്നു? ഇത് ബ്ലൂ കളർ. നേവി ബ്ലൂ ആയിരുന്നു. ബ്ലാക്കിലേക്ക് കൺവേർട്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ടെയിൽ ലൈറ്റ് ഒക്കെ നോക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. ടെയിൽ ലൈറ്റ് ഇതിന്റെ കണ്ടോ, അടിപൊളി. കാണാൻ തന്നെ നല്ലൊരു വൈബാണല്ലേ. റോഡ് കൂടെ ഒക്കെ പോകുമ്പോൾ 4 നോട്ടം കിട്ടുമെന്ന് പറയാം. ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം വർക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളൂ. പുതിയ സീറ്റ് കവർ ഫുള്ള് മോഡിഫൈ ചെയ്തു. സീറ്റ് ആണെങ്കിൽ സെറ്റ് ആക്കിയിട്ടില്ലേ? ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടെന്നുള്ളൂ, ബാക്കിയൊക്കെ പക്കയാണ്. ഓക്കെ, ഈ ഒരു വാഹനത്തിന് നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യണേ? ലാസ്റ്റ് നമുക്ക് ഫൈനലായിട്ട് 10,90,000 കിട്ടിയാൽ കൊടുക്കാം. ലാസ്റ്റ് കൂടാനൊന്നുമില്ല. നമ്മൾ നേരിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്. ലോൺ കിട്ടൂല. ലോൺ ചോദിച്ചിട്ട് ആരും വിളിക്കരുത്, ലോൺ കിട്ടില്ല. അപ്പൊ ഇതൊക്കെ മോഹവിലയാണ്. ഇത്രയും കൺവേർട്ട് ചെയ്ത വണ്ടി നല്ലൊരു അഫോർഡബിൾ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് ഫോർച്യൂണർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? 2009 മോഡല് നമ്പർ ആക്കിയിട്ട് നമുക്ക് 6,80,000 രൂപ. 680 ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യണമെന്നുള്ളൂ, അത്രേ ഉള്ളൂ. ബാക്കി ഒന്നുമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് കൺവേർട്ട് ചെയ്ത് പുതിയ മോഡൽ ആക്കിയിട്ട് ബ്ലാക്ക് മാറ്റിട്ട് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ചെറിയ അതിന്റെ ഒരു പൈസ നമുക്ക് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സീറ്റ് കവർ ഒന്ന് ഇടണം. നല്ലൊരു മെക്കാനിക് എങ്ങനെയുണ്ട്? മെക്കാനിക് ഫിറ്റ് ആണ്. ഫിറ്റാണല്ലേ? മെക്കാനിക് ഓക്കെയാണ്. ഈ റേറ്റിൽ ലോൺ കിട്ടില്ല. ലോൺ ചെയ്യാൻ കഴിയില്ല. ലോൺ കിട്ടും, പക്ഷേ കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള ആൾക്കാർ അതാണ് നല്ലത്. ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ടയർ നോക്കുകയാണെങ്കിൽ 60% ടയർ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ഒന്നും ഇടണമെന്നുള്ളൂ, ബാക്കി ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ
വൃത്തിയുണ്ട്. വണ്ടിയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ കേരള നമ്പർ ആക്കി 5 കൊല്ലം പുതിയ പേപ്പർ എടുത്തിട്ടാണ് ഈ റേറ്റ് ചോദിക്കുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ കളർ മാറ്റി മോഡിഫൈ ചെയ്ത് പുത്തൻ കണ്ടീഷനിലാക്കണേ അതിന്റെ ഒരു ചെറിയ പ്രൈസ് നമ്മൾ ആഡ് ചെയ്തത്. കാരണം നമുക്ക് ഹോൾസെയിലിൽ കാര്യങ്ങളൊക്കെ കിട്ടും. എന്താ വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ പുറത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പുതിയ വണ്ടിയൊക്കെ ഇവിടെ തന്നെ നമുക്ക് ഡെലിവറി എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ലോൺ കിട്ടൂല, റെഡി ക്യാഷ് കേട്ടോ. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കോ പക്കല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു ഗ്രേ കളർ ഓൾട്ടോ വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? 2017 LXi 17 LXi അല്ലേ? കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ 55,000 കിലോമീറ്റർ ഓട്ടോ. 55,000 ഓണർഷിപ്പ്, തേർഡ് ഓണർഷിപ്പ് അല്ലേ? വണ്ടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമൊന്നുമില്ല. അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിന്റ് ടച്ചപ്പ് ചെയ്യാനുണ്ട്, ഒന്ന് ചെറുതായിട്ട് വൃത്തിയാക്കാനുണ്ട്. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെറിയ റേറ്റില് നമുക്ക് ആൾട്ടോ ചെറിയ റേറ്റിൽ നമുക്ക് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ മോഡലും ഉണ്ട്, ഇത് എടുക്കുന്ന ആൾക്ക് ലോണും കിട്ടും, മാക്സിമം ലോൺ കിട്ടും. നമുക്ക് 2.55 കൊടുക്കാം. 2.55 ലാസ്റ്റ് കിട്ടിയാൽ കൊടുക്കാം. അതിൽ കുറയാനില്ല കൂടാനില്ല. ഇനി ലോൺ വേണ്ടവർക്ക് മാക്സിമം ലോൺ. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് വീണ്ടും നമുക്ക് ഇതേപോലത്തെ ഒരു ആൾട്ടോ പരിചയപ്പെടാം. 2018 വൈറ്റ് വേണ്ടവർക്ക് അതുണ്ട്. ഡീറ്റെയിൽ എങ്ങനെ? 2018 LXi അല്ലേ? കിലോമീറ്റർ അതുപോലെ തന്നെ ഓണർഷിപ്പ്? കിലോമീറ്റർ ആകെ 57,000 ഓടിയിട്ടുള്ളൂ. 57,000. ഓണർഷിപ്പ് സെക്കൻഡോ? ഓണർഷിപ്പ് തേർഡ് അല്ലേ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ബോഡിയൊക്കെ നോക്കുകയാണെങ്കിലും മറ്റേ ആൾട്ടോ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? 2,65,000 ഫൈനൽ. 2,65,000 ലോൺ വേണ്ടവർക്ക് മാക്സിമം ലോൺ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല, ലോൺ മാക്സിമം കിട്ടും. ആൾട്ടൊക്കെ ആകുമ്പോൾ ചെറിയ അടവ് വരുള്ളൂ, ഒരു 5,000 രൂപയുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ വരുള്ളൂ അല്ലേ? ഇതിപ്പോ ഏതൊരു പുലിക്കുട്ടി? ഇത് കച്ചവടമായില്ലേ? അടിപൊളിയായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടുന്ന് ഇതാണോ ഫുള്ള് വർക്ക്? സീറ്റൊക്കെ നോക്കിട്ടോ, നല്ല കിഡിലും ബക്കറ്റ് സീറ്റൊക്കെ സ്പോർട്ടി ടൈപ്പ് ആക്കിയിട്ടില്ലേ? ഓക്കെ, അങ്ങനെ വേണ്ടവർക്ക് അതും ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ വൺ ഡ്രൈവില് സീറ്റ് ആയിക്കോട്ടെ, വണ്ടി മൊത്തം നമുക്ക് പുത്തൻ പുതിയ വണ്ടിയായി കൊടുക്കും. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ചെറിയ വിലക്ക് മോഡൽ കൂടിയ 7 സീറ്റർ അല്ലേ? തുച്ഛമായ ഒരു ആൾട്ടോന്റെ വിലക്ക് എന്ത് ചെയ്യുക, 7 സീറ്റർ 7 പേർക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടി കൊടുക്കുക. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2015 മോഡൽ. 2015 മോഡൽ. ഓണർഷിപ്പ് അതുപോലെ തന്നെ കിലോമീറ്ററോ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ആകെ 77,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 75,000. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് 75,000 ഓടിയിട്ടുള്ളൂ. മൈലേജ് ഒരു 15 കിട്ടും. എന്തായാലും കിട്ടും. 15 ഒക്കെ എന്തായാലും 15-16 എന്തായാലും 16 കിട്ടും. ഒരു അത്യാവശ്യം നല്ല 7 സീറ്ററിനെ അപേക്ഷിച്ച് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഒരു അൾട്ടോന്റെ പൈസ ഉള്ളൂ. ഓ അതെ അതെ അതെ, അൾട്ടോന് മെയിൻ്റെനൻസ് ഉള്ളൂ. ഓക്കെ. ഈ വണ്ടി നമുക്ക് എത്ര കൊടുക്കാം? ഇത് ഫൈനൽ 2,60,000 രൂപ കൊടുക്കും. 2,60,000 ലാസ്റ്റ്. ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ അത്യാവശ്യം ഒരു രൂപ മുടക്കാതെ വണ്ടി ഇറക്കാം. ഓക്കെ, ഒരു രൂപ പോലും മുടക്കാതെ ഫുള്ള് ലോണിൽ എന്ത് ചെയ്യാം നമുക്ക്? ഇതിന്റെ പേരെന്തേലും ഗോ പ്ലസ് അല്ലേ? ഓക്കെ. അപ്പൊ താല്പര്യം പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ. അത്യാവശ്യം മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ ഒരു വണ്ടി കൂടിയാണ്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഡിക്കുള്ള എത്തിയോസ് അല്ലേ? 2013 മോഡൽ. 2013. ഓണർഷിപ്പ് കിലോമീറ്റർ നമ്പർ ആയതാണോ? നമ്പർ ആയ വണ്ടിയാണ്. ഓണർഷിപ്പ് തേർഡ് ഓണർ അല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ എന്തായാലും കറക്റ്റ് ആവില്ല. പുറത്ത് നിന്ന് നിലവിൽ കാണിക്കണത് 1,20 ആണ്. 1,20 അല്ലേ? വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി കണ്ടീഷൻ ഒക്കെ പക്കയാണ്. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണല്ലേ? പിന്നെ ഡിക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. ഇന്റീരിയർ ഒക്കെ മൈലേജ് മെയിൻ ആണ്. അതെ അതെ അതെ, മെയിൻ്റെനൻസും കുറവാണ്. ഓക്കെ. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3,20,000 രൂപ. 3,20,000 നമുക്ക് എത്തിയോസ് കൊണ്ടുപോകാം അല്ലേ? ലോണ് മാക്സിമം ലോൺ കിട്ടൂലേ? 13 മോഡലിന് മാക്സിമം നമുക്ക് ലോൺ കിട്ടും. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് പഞ്ചാബ് സ്റ്റൈൽ അലോയിലൊക്കെ ഇട്ട ഒരു എത്തിയോസ് നമുക്ക് സിൽവർ കൊടുക്കാം അല്ലേ? മൈലേജ് ഡീസൽ 2015 മോഡൽ. നല്ല മൈലേജ് ഉണ്ടാവില്ലേ ഡീസൽ? ഓക്കെ. 15 മോഡല്. ഓണർഷിപ്പ് കിലോമീറ്റർ 4 പിന്നെ കിലോമീറ്റർ 1,10 അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് കവറൊക്കെ ചെയ്തു. ഓപ്ഷൻ GD ഓപ്ഷൻ അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കാൻ നല്ല കുഴപ്പമില്ലാത്ത അടിപൊളി സീറ്റ് കവർ, അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. ഈ ഒരു മോഡലിന് എത്ര എക്സ്പെക്ട് ചെയ്യണം? ഫൈനലി നമ്മൾ 3,95,000 രൂപ. 3,95 ലാസ്റ്റ് കിട്ടിയ കൊടുക്കാം. ലോൺ മാക്സിമം ചെയ്യാം. ഒരു 3,4 വരെ ലോൺ. ഒരു 10-50 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയില്ലേ? നല്ല ട്രാക്കും സിവിൽ സ്കോറും ആണെന്നുള്ളൂ. 4 കിഡിലെ അലോയ് വീൽസ് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ചെറിയ വിലക്ക് ഒരു ആൾട്ടോന്റെ വിലക്ക് കുറച്ച് ഹൈറ്റിൽ ഇരുന്ന് പോകാൻ പറ്റിയൊരു വണ്ടി. ഡീറ്റെയിൽ എങ്ങനെ? കിഡ് 2018 മോഡൽ. 18 മോഡൽ. അതുപോലെ തന്നെ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ആണ്. അത് ഓട്ടോമാറ്റിക് ആണോ? അത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഗിയർ കാണാനില്ല. അത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി. 2018 മോഡൽ. ഓക്കെ. കിലോമീറ്ററോ? ആകെ
പിന്നെ 65,000 കിലോമീറ്റർ ഓടി 76,000 കിലോമീറ്റർ ഓടി 76,000 അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ലേഡീസിന് അതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സുഖമായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൂടെ ഒക്കെ കുറച്ച് ഹൈറ്റിൽ ഇരുന്ന് പോകാൻ പറ്റിയ വണ്ടി. ഫൈനലി നമുക്ക് 3,35,000 രൂപ കൊടുക്കും. ചെറിയ ആൾട്ടോന്റെ വില അല്ലേ? 3,35,000 ഒരു ഓട്ടോമാറ്റിക് കാർ, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് കാറാണ് കൊടുക്കുന്നത്. മാക്സിമം ലോൺ കിട്ടും. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വൈറ്റ് കളർ ഇന്നോവ. ഈ ഒരു വണ്ടി വെച്ചാൽ ഈ മോഡലിനെ അപേക്ഷിച്ച് ഈ വണ്ടി നല്ല റേറ്റ് ആണ്, അടിപൊളി അട്രാക്റ്റീവ് റേറ്റ് ആണ്. 2013 നമ്പർ ആയ വണ്ടി, കേരള നമ്പർ ആയ 2013 മോഡല് ജി ഓപ്ഷൻ വരുന്ന വണ്ടി അല്ലേ? ഓക്കെ. കിലോമീറ്റർ ഓണർഷിപ്പ് എന്താ അവസ്ഥ? കിലോമീറ്റർ 2 ലക്ഷം കടന്നിട്ടുണ്ട് അല്ലേ? ഓണർഷിപ്പ് 4th, 4ാമത്തെ ഓണർ അല്ലേ? വൈറ്റ് കളറാണ്. ഒന്നുകൂടി ഒരു പ്രൗഡി കിട്ടുന്ന ഒരു കളറാണ്. ഇന്നോവയിൽ പുതിയ ചെയ്താട്ടോ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. 2013 മോഡൽ അല്ലേ? എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഫൈനൽ 5,80,000 രൂപ കൊടുക്കാം. 5,80,000 2013 മോഡൽ കേരള നമ്പർ ആയ വണ്ടിയാണ്. 5,80,000 മാക്സിമം ലോൺ കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഡീസൽ അൾട്ടീസ് അല്ലേ? അൾട്ടീസ് ഒറിജിനൽ കേരള വണ്ടി. മോഡല് പുതിയ മോഡൽ. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ 2014-15 രജിസ്റ്റർ അല്ലേ? കിലോമീറ്റർ 1,70,000 ഫുൾ ഓപ്ഷൻ അല്ലേ? അതില് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റ്. 1,70,000 ഓടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ടയോട്ടന്റെ വണ്ടിയാണ്. കിലോമീറ്റർ ഒന്നൊരു പ്രശ്നമില്ല ടയോട്ട ആയതുകൊണ്ട്. ഓക്കെ. ഇതിന് എത്ര ചോദിക്കണം നമ്മള്? ഇത് നമുക്ക് ഫൈനലി 8,25,000 രൂപ കൊടുക്കാം. കേരള വണ്ടി 8,25,000 അല്ലേ? അതിൽ തന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഉണ്ടോ സീറ്റ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്, ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് കൺട്രോൾ, AC എല്ലാ ഫീച്ചേഴ്സും വരുന്ന ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. മാക്സിമം ലോൺ ഏകദേശം 1,00,000 രൂപയുടെ ഇറക്കി കൂടെ സുഖമായിട്ട് ഇറക്കി കൂടെ. നല്ല ട്രാക്ക് ഉള്ളവർക്ക് ഒറിജിനൽ കേരള അതർ സ്റ്റേറ്റ് വണ്ടിയല്ല, ഒറിജിനൽ ഫുൾ ഓപ്ഷൻ അൾട്ടീസ് നമുക്ക് കൊടുക്കാം. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് ഡസ്റ്റർ അല്ലേ? ചെറിയ വിലക്ക് ഡസ്റ്റർ. ഡീറ്റെയിൽ എങ്ങനെ? 2013 മോഡൽ. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 90,000 കിലോമീറ്റർ. റെഡ് കളറാണ്, ഫുൾ ഓപ്ഷൻ ആണ്, ബോഡി ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഒരു ചെറിയൊരു വിലക്ക്, ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ ഒരു വിലക്ക് നമുക്ക് എന്ത് ചെയ്യാം? 3,30,000 സ്വിഫ്റ്റിന്റെ ആവണില്ല അല്ലേ? ഒരു ആൾട്ടോന്റെ വിലക്ക് ഒരു വലിയ വണ്ടി നമുക്ക് കൊടുക്കാം. വലിയ മെയിൻ്റെനൻസ് ഇത് പറയാനൊന്നുമില്ല. ഇത് 110 ആണല്ലേ? ഓക്കെ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റേറ്റ് ആണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ഇന്റീരിയർ നമുക്ക് പറയാം. ഓക്കെ. ഇത് നമുക്ക് മാക്സിമം ലോൺ കൊടുക്കും. കേരള വണ്ടി അല്ലേ? കേരള വണ്ടി കേട്ടോ. അതർ സ്റ്റേറ്റ് വണ്ടിന്റെ വിലക്ക് കേരള വണ്ടി. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ചെക്കന്മാർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഐറ്റം. മല കയറാ, കുന്ന് കയറാ, വെള്ളത്തിൽ കൂടെ പോയാലും പ്രശ്നമില്ല, കരയിൽ കൂടെ പോവാ, എങ്ങനെ വേണേലും പോവാ. ഒരു ബ്ലാക്ക് പുലിയിലെ ഡീറ്റെയിൽ എങ്ങനെയുണ്ട്? 1996 മോഡല് ജിപ്സി. അന്നു രാജ ഇന്നു രാജ എന്നു രാജ. ഓക്കെ. ഇത് ഓണർഷിപ്പ് ഒക്കെ അത്യാവശ്യം ഉണ്ടാവില്ലേ? 3 വലിയ കുഴപ്പമില്ല. ആരും ഇതിനെ അപേക്ഷിച്ച് പഴയ വണ്ടിക്കാരും ഒരു കാര്യം പറയാം, ഓണർഷിപ്പ് നോക്കരുത്, വണ്ടിയുടെ കണ്ടീഷൻ ആണ് നോക്കേണ്ടത്. കിലോമീറ്റർ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ അതിന്റെ ഒരു ഇതാണ്. പക്ഷെ എഞ്ചിൻ എങ്ങനെയുണ്ട്? മെക്കാനിക്കൽ ഫിറ്റ് ആണല്ലേ? ഓടിക്കാനും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? 4x4 വണ്ടി. ഓക്കെ. ഈ ഒരു മുതൽ നമ്മള് എന്താ വെച്ചാൽ മാർക്കറ്റ് വില ഒരു ഐറ്റം ഇല്ലേ ഇതിന്? പണിയെടുത്ത് നോക്കപ്പാട് 4,25,000 1.3 ലിറ്റർ ആണ് എഞ്ചിൻ വരുന്നത്. 4,25,000 റുപ്യക്ക് ഇത്രയും മോഡിഫൈ ചെയ്തൊരു വണ്ടി ലക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇത് എടുത്ത് പണിയണമെങ്കിൽ അത്യാവശ്യം നല്ല ടൈം കൊടുക്കും, കോസ്റ്റും വരും. അപ്പൊ പുതിയ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടല്ലോ, ഒരു ജിപ്സി ഭ്രാന്തന്മാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ ബ്ലാക്ക് പുലി നമുക്ക് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തതായി നമുക്ക് 7 സീറ്റർ ഇന്നോവ അല്ലേ? അതും ഇത് സോൾഡ് ആയോ? അപ്പോൾ നല്ലൊരു കളറായിരുന്നു, കാരണം ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡിലെ കളർ, ബിസ്ക്കറ്റ് കളർ. ഓക്കെ. വേണ്ടവരും വേണമെങ്കിൽ ഒപ്പിച്ചു തരും. സെയിം സാധനം ഒപ്പിച്ചു തരും. പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. എല്ലാ രീതിയിലുള്ള വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഓഫർ പ്രൈസിൽ ചെറിയൊരു ഒരു ആൾട്ടോന്റെ ഒക്കെ ഒരു വിലക്ക് ഡീസൽ ഡീസൽ വണ്ടി നമ്മൾ കൊടുക്കണേ. അതും 2013 മോഡല് 14 രജിസ്ട്രേഷൻ വണ്ടി നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ആൾട്ടോന്റെ റേറ്റിന് കൊടുക്കാം അല്ലെ? എത്ര കൊടുക്കാം? ഫൈനല് 2,70,000. എന്താ കൊടുക്കാൻ കാരണം? 5 ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 14 അപേക്ഷിച്ച് ചെറിയ ചെറിയ സ്ക്രാച്ച്, അതുപോലെ തന്നെ ചെറിയ ചെറിയ തട്ട് കാര്യങ്ങളല്ലാതെ മേജർ ഒരു പരിപാടി ഒന്നും ഇല്ലാത്ത വണ്ടി.
വരിക ചെക്ക് ചെയ്യെടുക്കുക. ഈ ഒരു റേറ്റിൽ സ്വിഫ്റ്റ് എന്നല്ല ആൾട്ടോ പോലും നല്ല വണ്ടി കിട്ടൂല. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളൊരു പെട്ടെന്ന് വിളിച്ചോളി. നമ്മൾക്ക് വേണ്ടിയിട്ട് കിട്ടിയ ഒരു ആൾട്ടോ അല്ല, സെന്നല്ല, സ്വിഫ്റ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്. 2,75,000 രൂപക്ക് 13 മോഡൽ 14 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ്, അതും ഫുള്ള് ലോണ്. ഒരു പൈസ അല്ലേ വീഡിയോ ഓപ്ഷൻ, ഡീസല് പൈസ അല്ലേ, ലോൺ എടുത്ത് കൊണ്ടുപോയിക്കോളൂ. ചെറിയ അടവേ ആവുള്ളൂ കേട്ടോ മാസം, നല്ല മൈലേജ്. അപ്പോൾ നമ്മളാ ഒരു കിഡിലനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ചെറിയ പൈസക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സുഖമായിട്ടൊരു കാറ് സ്വന്തമാക്കാം. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഹൈലൈറ്റ് വാഹനം. മറ്റേ എന്താണ് പേര്, ബീറ്റ് 2012 മോഡല്. പെട്രോൾ അല്ല, ഡീസലാണ്. ഏകദേശം ഒരു ബൈക്കിന്റെ മൈലേജ്, ഒരു ബുള്ളറ്റിന്റെ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടി. 2012 മോഡൽ, അത്യാവശ്യം മോഡലും ഉണ്ട്. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ നമുക്ക് എന്താ അവസ്ഥ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും ആണോ? ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് അല്ല സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ ഇത്രയും കിലോമീറ്റർ ജെനുവിൻ ആവാൻ സാധ്യത ഉണ്ട്. മാത്രമല്ല ഡീസലാണ്, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഈ ഒരു വണ്ടി നമ്മള് 1-1.5 ചോദിക്കണില്ല, അതിക്കും താഴെ എത്ര ചോദിക്കണം നമ്മള്? ഫൈനൽ 85,000 രൂപക്ക് ഒരു ഫാമിലിക്ക് സേഫായി മഴയും വെയിലും കൊള്ളാതെ AC ഇട്ട് യാത്ര ചെയ്യാം. ലോണില്ല, കിട്ടാൻ ചാൻസ് ഉണ്ടോ? ലോണില്ല, റെഡി ക്യാഷ് കിട്ടും. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ട് നമ്മളെ റേറ്റും കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി ആ ഒരു റേറ്റ് ഓവറാന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടാൻ നിൽക്കരുത്. മാക്സിമം എത്ര കട്ട് ചെയ്യുക അത്രയും കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. മലപ്പുറം ചട്ടിപ്പറമ്പ് പെരിന്തൽമണ്ണ റോഡ് മാർക്കറ്റിന്റെ ഫിഷ് മാർക്കറ്റിന്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. മാത്രമല്ല താഴെ നമ്പർ കാലിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ മലയിൽ പ്രഷർ വരുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു റേറ്റിന്റെ ഒരു ഇതിൽ ഇവിടുന്ന് തെറ്റിപ്പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾ പോകില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു റേറ്റിൽ ഞങ്ങൾക്ക് എവിടുന്നും ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അന്വേഷിച്ചിട്ട് വരിക. മാത്രമല്ല നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിലോ വർക്ക്ഷോപ്പ് വരെ എങ്ങനെ വേണം കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. മാത്രമല്ല ഈ ചെറു വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു കിഡ്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.